ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമാണ്. കാരണം ട്രാൻസ്പോർട്ട് ബസ്സില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പം ഇല്ല. ഇപ്പം ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറുന്ന മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കണം എന്നതാണ് ഈ സർക്കാരിൻ്റെ സ്വപ്നം. പ്രത്യേകിച്ച് അർബൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി നഗരങ്ങളിൽ, ഇപ്പം കൊച്ചിയിലെക്കാരനാണ് ഞാൻ. കൊച്ചിയിലെ ഹൈക്കോടതിയിൽ ഒരു 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അപ്പോൾ അവർക്ക് ആ വണ്ടിയിൽ കയറി വരാം. അപ്പം നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ളൊരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഈ ഗവൺമെൻറ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. അത് സ്വകാര്യ മേഖല കൂടി അതിൻ്റെ പങ്കാളികളാവും. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും. തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. മൂന്നാമതൊരു കാര്യം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറയാം. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ, സൗജന്യം കൊടുത്താൽ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെൻറ്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. മാത്രമല്ല, ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി. കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. മാത്രമല്ല, ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. ഈ പരിപാടി, ഈ പദ്ധതി കൂടിയാണ്. മൊത്തം അങ്ങ് സ്ത്രീകൾ ടേക്ക് ഓവർ ചെയ്തേക്കുക. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, നിറഞ്ഞ അഭിമാനത്തോടു കൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. പ്രിയദർശിനി സൗജന്യ സ്ത്രീ യാത്ര നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ഡെൽവിയെയും ശ്രീമതി അമയ പ്രസാദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇവിടെ വേദിയിൽ കൈമാറുന്നു.
പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി ടിക്കറ്റ് വിതരണവും നടത്തുകയാണ്. ആദ്യ ടിക്കറ്റ് നൽകുകയാണ്.